കൃഷ്ണൻകുട്ടി ചേട്ടന്റെ വയസ്സ് 101. 5 വർഷം രാപ്പകലില്ലാതെ അധ്വാനിച്ചുണ്ടാക്കിയ മാല പിടിച്ചു പറിച്ചു പോയതിന്റെ ദുഃഖത്തിലാണ് ഇന്ന് കൃഷ്ണൻകുട്ടി ചേട്ടൻ. അവന്റെ കുടുംബം പോലും ഒരുപാട് കാലത്തെ പ്രതീക്ഷ. 5 വർഷത്തെ കഠിന പ്രയത്നത്തിലൂടെ ഈ പെട്ടിക്കടയിൽ നിന്നും 2.5 പവന്റെ മാല വളരെ നാളത്തെ കഷ്ടപ്പാടിന് ശേഷം വാങ്ങിച്ചു. ഈ മാല ഇന്ന് പുലർച്ചെ 5 മണിയോടെ ബൈക്കിലെത്തിയ 2 അംഗ സംഘം മോഷ്ടിച്ചു കിടന്നു. ഈ മാല തിരിച്ചു കിട്ടുന്നതിനുള്ള പ്രാർത്ഥനയിലാണ് ഇന്ന് കൃഷ്ണൻകുട്ടി ചേട്ടൻ. തേമ്പാമുട്ടം റസൽപുരം പോകുന്ന റോഡിൽ വർഷങ്ങളായി പെട്ടിക്കട നടത്തുകയാണ് കൃഷ്ണൻകുട്ടി ചേട്ടൻ. 1 രൂപയുടെയും 2 രൂപയുടെയും തുട്ടുകൾ സ്വരുക്കൂട്ടി വച്ച് 5 വർഷത്തെ പ്രയത്നത്തിനു ശേഷം 96-ാം വയസ്സിൽ 2.5 പവന്റെ സ്വർണ്ണമാല വാങ്ങിയത്. പതിറ്റാണ്ടുകളുടെ ആഗ്രഹത്തിനു ശേഷം വാങ്ങിയ സ്വർണ്ണമാല ജീവന് തുല്യമാണ് കൃഷ്ണൻകുട്ടി ചേട്ടന്. ബൈക്കിലെത്തിയ 2 അംഗ സംഘത്തിൽ ഒരാൾ സിഗരറ്റ് ചോദിച്ച് കടയിലെത്തി. സിഗരറ്റ് നൽകുന്നതിനിടെ തീപ്പെട്ടി വേണമെന്നാവശ്യപ്പെട്ട് തീപ്പെട്ടി എടുക്കുവാനായി തിരിയുമ്പോൾ മാല പൊട്ടിച്ചത്. ജീവൻ പണയം വച്ച് മാല തിരികെ വാങ്ങുന്നതിനുള്ള മൽപ്പിടുത്തത്തിൽ മാലയുടെ ചെറിയൊരു ഭാഗം കൃഷ്ണൻകുട്ടി ചേട്ടന് ലഭിച്ചു. കൃഷ്ണൻകുട്ടിയുടെ വിളികേട്ട് വീട്ടുകാരെത്തുമ്പോഴേക്കും മോഷ്ടാക്കൾ കടന്നിരുന്നു. ഒരു ബൈക്കിൽ 2 പേരൊന്നും ഇവിടെ ഇത് വെച്ചിട്ട് പുറക്കെ ഇരുന്ന് കഴിഞ്ഞിറങ്ങും. 2 സീറോണ് ഞാൻ വാങ്ങിച്ചിട്ട് സീറുണ്ട്. തീപ്പെട്ടി എടുക്കാൻ അങ്ങോട്ട് എഴുതി കുഞ്ഞ് തീപ്പെട്ടി. പിന്നെ ഞാൻ നോക്കിയത് ഞാനും കയറി പിടിച്ചപ്പോൾ മാല മുമ്പോഴേക്കേ പോകുമായിരുന്നു. ഞാൻ പിടിച്ചത് കൊണ്ട് പാതി വന്നു. പക്ഷെ പെട്ടിയായതുകൊണ്ടാണ് എത്തിയില്ല. ഞാൻ പെട്ടിയായത് ചെയ്യും. പെട്ടിയായത് കൊണ്ട് കൈ കിട്ടുന്നില്ല. ഇവൻ്റെ പിടി അത് കിട്ടിയിരുന്നെങ്കിൽ വെട്ടി തന്നെയായിരുന്നു. കൈ വെട്ടി തിരുക്കുമായിരുന്നു. കൃഷ്ണൻകുട്ടിയുടെ വിളികേട്ട് വീട്ടുകാരെത്തുമ്പോഴേക്കും മോഷ്ടാക്കൾ കടന്നിരുന്നു. പ്രദേശത്തെ CCTV ക്യാമറകൾ കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം ആരംഭിച്ചു. 5 വർഷം കൊണ്ട് കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ ഒരു സാധനമാണ്. 2 കുട്ടികളുണ്ടല്ലോ എന്ന് പറഞ്ഞ് അവർ വാങ്ങിച്ചിട്ടിരുന്നാണ് കഴിച്ചില്ലവർ. അതിനാണ് നഷ്ടപ്പെട്ടത്. ഇപ്പോൾ അവർക്കൊന്നും ഇല്ലാതെയായി. അമ്മ കിടപ്പിൽ കിടക്കുകയാണ്. അച്ഛൻ ഈ കട കൊണ്ടുള്ള ജീവിതമാണ്. ഈ കട കൊണ്ടുള്ള ഒരു ഇതാണ് ഞങ്ങൾക്കുള്ളത്. അമ്മ കിടപ്പിൽ രോഗിയായിട്ട് കിടക്കുകയാണ്. മോണ്ടിച്ചവൻ രക്ഷപ്പെട്ടു. അവൻ ഒരു കാലവും രക്ഷപ്പെടുകയില്ല. കാരണം അത്ര കണ്ണീർ പിടിച്ച പൈസയാണ് അവർ. അവരിവിടെ കിടന്ന എഴുത്ത് മാറ്റാൻ പോലും 10 പൈസ ഇതിങ്ങളിലില്ല. ഈ ഒരൊറ്റതേ ഉള്ളുമായിരുന്നു അവരാകെ സമ്പാദ്യം. ഈ 2 പേരുടെ അച്ഛനും അമ്മയും അവരുടെ സമ്പാദ്യം എത്രയാണ്? വേറെ ഒന്നുമേ ഇല്ല. ഒരു ഇതിൽ രക്ഷപ്പെടുകയില്ല. കാരണം ഞങ്ങളെ കണ്ണീർ അത്രയ്ക്കുണ്ട്. 2-4 പെൺകുട്ടികളുള്ള വീടാണ്. കൊച്ചു പിള്ളേരൊക്കെ ഉള്ള വീടാണ്. അവരാകെ ഒരു ഇതേ ഉള്ളൂ. അപ്പം അതിനെയും കൂടി ഇങ്ങനെ പറ്റിച്ചോണ്ട് പോയെന്ന് പറഞ്ഞാൽ ഞങ്ങൾ എന്ത് ചെയ്യും? കൃഷ്ണൻകുട്ടി ചേട്ടന്റെ മാല തിരിച്ചു കിട്ടുമെന്ന പൂർണ്ണ പ്രതീക്ഷയിലാണ് ചേട്ടനും ഞങ്ങളും എല്ലാവരും.